ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ റഷ്യയിൽ ഇന്ന് മറ്റേ ഇന്ത്യ ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേക്കണേണ്. പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ വൈകി. ഇത് ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ്, അടിപൊളിയാണ്. അത്യാവശ്യം കുറേ ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ബാക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ജോബേഴ്സൊക്കെ വന്നവർ, അങ്ങനെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. പ്രോഗ്രാം മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ എത്തിയപ്പോൾ വൈകി. ഇപ്പം ഏകദേശം സമയം ഇവിടെ ഒരു 8:20 ആയിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട്. ഇതൊരു ടെക്നോ പാർക്ക് എന്ന ഒരു മാളാണ്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും പ്രോഗ്രാം ഇനി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം, തപ്പാം. ടെക്നോ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മാളാണ്. അപ്പോൾ അതേ അവിടെ അലങ്കരിച്ച് വെച്ചേക്കണ പരിപാടികളാണ് കേട്ടോ. ഇത് കണ്ടോ, അങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കണതിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഫുൾ ഇന്ത്യക്കാരാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ഇവിടെ ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഹോളി ഇന്ന് ഇന്ത്യ ഡേ ആണ്. ഇവിടെ ഇന്ത്യ ഡേ ഇന്നാണ് ആചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ള് കളറൊക്കെ പൂശി പോകുന്നുണ്ട്. അടുത്ത് മൈലാഞ്ചി കേട്ടോ, മൈലാഞ്ചി ഇടുവാണ് കേട്ടോ. ഓക്കെ, ആൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, കാണിച്ചു. ഗുഡ്. ഇവർക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ കൾച്ചർ, റഷ്യൻസ് ആണെങ്കിൽ പോലും നമ്മുടെ കൾച്ചർ അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഷോപ്പാണ് ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഒരുപാട് ഇന്ത്യൻ പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഇന്ത്യൻ സീഡ്സ്, ഇന്ത്യക്കാർ തന്നെയാണ് കേട്ടോ ഇത് ഫുള്ള് സെയിൽ ചെയ്യുന്നത്. അത് മാത്രമല്ലാണ്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പറ്റണ പോലെ കാണിച്ചു തരാം കേട്ടോ.
പരിപാടിയാണ്. അതായത് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി, കുറേ പരിപാടികൾ മിസ്സായി. പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു കുറവാണ്. പഞ്ചാബി അതുപോലെയൊക്കെ തെലങ്കാന അവിടെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. അടിപൊളി പരിപാടിയാണ്. കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. എനിക്ക് പറ്റണ പോലെ ഞാൻ കവർ ചെയ്ത് തരാം. ഓക്കെ, നമ്മൾ നടന്നൊരു സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് റഷ്യക്കാർ, അത് പല രാജ്യക്കാർ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യക്കാർക്ക് ഇന്ത്യ ആയിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഷോപ്സാണ്, അതും ഇന്ത്യൻ ട്രഡീഷണൽ സ്റ്റൈലുള്ള ക്ലോത്ത്സാണ് ഇന്ത്യക്കാരുടെ ഷോപ്പാണ്. ഇന്ത്യൻ സ്റ്റൈല് സോപ്പും കാര്യങ്ങളും ഫുള്ള് ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ഗണപതി ഒരുപാട് സാധനങ്ങൾ. ഞങ്ങൾ വന്ന ടൈം കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് തന്നെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. അടിപൊളി പരിപാടിയായിരുന്നു. കാരണം ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ് ഒരുക്കി ഇപ്പോൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ച ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരെ കണ്ടു. നമ്മുടെ ഇന്ത്യയുടെ പല പല സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. കുറേ റാമർന്നവന്മാരും ഉണ്ട് ഇന്ത്യയിൽ തന്നെ. അങ്ങനെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരുപാട് സാധനങ്ങൾ, നമ്മുടെ ശിവൻ, ആന, ഇതെല്ലാം
വെച്ചേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാല് നമുക്ക് നമ്മുടെ കേരളത്തിന് വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലോത്തുകൾ. അങ്ങനെ നമ്മളൊരു ഇന്ത്യക്കാരൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. 5000 രൂപ ക്ലോത്തിന്, 5000 രൂപ, 8000 രൂപ ഒരു പ്രൈസിലൊക്കെയാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് മലയാളി. ഇതാ കണ്ടതിൽ സന്തോഷം, അവരെ കണ്ടു. പിന്നെ നമുക്ക് നേരെ ഇനി അടുത്ത സ്ഥലത്തിലോട്ടൊന്ന് പോവാം. അടുത്ത സ്പോട്ട് കാണാം. അതുപോലെ തന്നെ കണ്ട ഒരുപാട്, അതായത് നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊന്നും ഒരുപാട് അവൈലബിൾ ആണ്. ഇതേ ഫ്ലാസ്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിലൊക്കെ കാണുന്ന ഈ സാധനങ്ങൾ ഇതെല്ലാം ഇന്ത്യക്കാർ സെയിൽ ചെയ്യുന്ന കേട്ടോ. ഹലോ, അതുപോലെ തന്നെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട് അല്ലേടാ. ഇത് മനു, നമ്മുടെ കമ്പനിക്കാരനാണ്. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവരാണ് കേട്ടോ. ക്ലോത്തിൻ്റെ ഒരു ബിഗ് കളക്ഷൻ തന്നെ ഉണ്ടല്ലോടാ. ഏകദേശം സാധനങ്ങളൊക്കെ ഷോപ്പിൽ തീർന്നേക്കണം. നമ്മുടെ നാട്ടിലെ ചുരിദാർ അതുപോലത്തെ. ഇതൊരു മാളാണ് കേട്ടോ. ഈ മാളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്തത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളി മാളാണ്. ഏകദേശം ഇവിടെ ഇപ്പോൾ പരിപാടികളൊക്കെ പയ്യെ വൈൻഡപ്പ് ചെയ്ത്, കാരണം ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ 10 മണിയാകുമ്പോൾ തന്നെ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. മലയാളി ആകെ 2 മലയാളീസിനെയാണ് കണ്ടുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് നോർത്ത് ഇന്ത്യൻസിനെയാണ് കാണാൻ പറ്റിയത്. സൗത്ത് ഇന്ത്യന്ന് കുറവാണ് ഇവിടെ. ഇത് ഈ ഒരു നിരയുന്ന അറ്റം വരെ റൗണ്ടായിട്ട് ഷോപ്പുകളാണ്. ഓക്കെ, അതെ. ഈ ലൊക്കേഷൻ ടെക്നോ പാർക്ക്. അത് ഇന്ന് ഇന്ത്യ ഡേ എന്നുള്ള രീതിയിൽ ഇവർ ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു കേട്ടോ. നമുക്ക് മിസ്സായി, രാവിലെ വരാൻ പറ്റാത്തതിൽ രാവിലത്തെ കുറേ വിഷ്വൽസൊക്കെ നമുക്ക് മിസ്സായി. പക്ഷേ ഈ ഒരു ടൈമിലും ഇവിടെ അടിപൊളിയാണ്. നമ്മുടെ മയിൽപ്പീലി അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ, സ്റ്റോൺസ്, റിങ്സ്, അങ്ങനെ വഴിക്ക് ഇത് ചന്ദനത്തിരികളാട്ടോ. ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ചന്ദനത്തിരികളാണ്. നല്ല അടിപൊളി ലാൻഡ് റോവറിൻ്റെയൊക്കെ നല്ല അടിപൊളി ഇന്ത്യൻ സാധനം ആളാണ് സെയിൽ ചെയ്തത്. കണ്ടത് ഈ ഒരു സാധനമാണ്. നോക്കിയിട്ടോ, നമ്മുടെ ഇന്ത്യൻ ഷോപ്പാട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ, നമ്മുടെ ഒരുപാട് ഇത് കണ്ടതേ വിഗ്രഹങ്ങൾ, ഒരുപാട് ഫുള്ള് ഇന്ത്യയുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ ഇന്നിവിടെ സെല് ചെയ്യാനായിട്ട്. ഫുൾ ഇന്ത്യൻ പ്രൊഡക്റ്റ്. ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളികൾ അങ്ങനെ അധികം പേര് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. വിസിറ്റ് ചെയ്യാത്തവർക്ക് നല്ലോണം മിസ്സായിട്ടുണ്ട്. കാരണം ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പരിപാടിയാണത്. ഞാൻ ആദ്യമായിട്ടാട്ടോ വന്നത്. എനിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഇവിടെ ഒരു മ്യൂസിക് കിടപ്പുണ്ട് കണ്ട. കൂടുതൽ ഫുൾ ഇന്ത്യക്കാരാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. വാവ്,
Excuse me. പരിപാടി വൈൻഡപ്പ് ചെയ്തുട്ടാ, അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട്, അതായത് ഇനി ഒരുപാട് പരിപാടികൾ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി പോയി. പരിപാടി വൈൻഡപ്പായി. ഏകദേശം മ്യൂസിക് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇതേ പോവാണ്, കൂടെ ഞാനും പോവാണ്. ഡാമാണ് ഉള്ളിൽ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാളിൻ്റെ ബാക്കിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. ടെക്നോ പാർക്ക് കേട്ടോ, ഇതാണ് ടെക്നോ പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്, പക്ഷേ നമുക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. വേറെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതേ ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇന്ത്യനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന്. ഒരുപാട് റഷ്യൻസ് ആൾക്കാർ നമ്മുടെ ഇന്ത്യനെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അടിപൊളി വൈബായിരുന്നു. ഇവിടെ മൊത്തം അടിപൊളിയായിരുന്നു. ഇന്ന് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതൊരു മിസ്സായേനെ. ഇന്ന് എനിക്കിവിടെ വരാൻ സാധിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ആണ് ആ ബിൽഡിങ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ഒന്നാമത്തെ കാര്യം മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ഇന്ത്യ ഡേ ആയിരുന്നു. അടിപൊളിയായിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. എവിടെ ഇന്ത്യൻ ഡ്രസ്സിട്ട് ഒരാളോട് നിൽപ്പുണ്ട്. ഇന്ത്യയുടെ തന്നെ. അപ്പോൾ ഞാൻ പയ്യെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. എനിക്ക് കുറച്ചുകൂടെ എൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിലോ റഷ്യനെ പറ്റി അറിയണമെങ്കിലോ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഞാൻ